വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് പുത്തൂർ ടൗണിനടുത്തുള്ള ഒരു ഭഗവതി ക്ഷേത്രത്തിലാണ് പോകുന്നത്. കണികപ്പൊയ്ക ഭഗവതി ക്ഷേത്രം. ഇതാണ് പുത്തൂർ ടൗൺ. അപ്പോൾ ടൗണിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൂ, നടന്നു പോകുന്ന ദൂരമുള്ളൂ അമ്പലത്തിലോട്ട് പോകാൻ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുത്തൂർ വരാനായിട്ട് കുറച്ചധികം ദൂരമുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഓട്ടോയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരെ പുത്തൂരിൽ നിന്നും അവിടെ അമ്പലത്തിലോട്ട് വന്നു. ഇതാണ് അമ്പലം, കണികപ്പൊയ്ക ഭഗവതി ക്ഷേത്രം. ഇത് കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ പ്രശസ്തമായ ക്ഷേത്രങ്ങളിലൊന്നാണ് പുത്തൂർ കണികപ്പൊയ്ക ഭഗവതി ക്ഷേത്രം. ഭയങ്കര പ്രശസ്തിയാണ് ഇവിടെ. ഇതാണ് അമ്പലക്കുളം. നമ്മൾ നേരത്തെ വന്നതുകൊണ്ടിട്ട് തന്നെ അമ്പലം തുറന്നിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് അമ്പലത്തിൽ ഉള്ളിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനെ നമ്മൾ അമ്പലക്കുളമൊക്കെ കണ്ട് നേരെ നോക്കുമ്പോൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ചർച്ച് കാണാൻ പറ്റുന്നുണ്ട്. സൂപ്പർ, നല്ല ആ സ്റ്റെപ്പൊക്കെ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ലൊരു പള്ളി, നല്ല നമ്മളെ ആകർഷിക്കുന്ന ഒരു പള്ളി. സെൻട്രലായിട്ട് റോഡാണ് കേട്ടോ, മെയിൻ റോഡാണ്. ഏനാത്ത് പോകുന്ന റൂട്ടാണത്. പത്തനംതിട്ട ജില്ലയിലെ ഏനാത്ത് പോകുന്ന റൂട്ടാണത്. നല്ലൊരു കുളമാണ്. കുറച്ച് പോച്ചയൊക്കെ അധികം ഉണ്ടെങ്കിലും ഏറ്റവും നമ്മളെ ആകർഷിക്കുന്ന ഈ അമ്പലക്കുളത്തിൽ നിന്ന് നേരെ നോക്കുമ്പോൾ ആ പള്ളിയാണ് നമുക്ക് ആകർഷണം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ കുളമൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നേരെ പോകുമ്പോൾ നേരെ ചെല്ലുമ്പോഴുണ്ടല്ലോ നല്ല പച്ച വിരിച്ച വയലാണ്. സൂപ്പറാണ് കാണാനായിട്ട്. നല്ല മനോഹാരിതയാണ്. നമ്മൾ കണ്ണെത്താ ദൂരത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയ്ക്കും മനോഹരമാണ്. എന്ത് സൂപ്പറാണെന്ന് ഞാൻ സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. ഭയങ്കര മനോഹാരിതയാണ്. വാവ്, കുറേ കൊക്കുകളും എന്താ പറയുക, നല്ല കാറ്റും തണുത്ത കാറ്റും. ആ ക്ലൈമറ്റൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത് ഫീൽ ചെയ്താൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. ഈ വീഡിയോയിൽ അത്ര നമുക്ക് കാണുമ്പോൾ അത്രയ്ക്ക് ഇതായിട്ട് തോന്നത്തില്ല. നമ്മൾ ഈ വയലിൽ നിന്ന് നേരെ, ഇത് ഒരു കുന്നാണ് കേട്ടോ. ഈ കുന്നിന് മുകളിലായിട്ടാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ കുന്നിന് മുകളിൽ ഇങ്ങനെ കയറി പോകണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മൾ തളർന്നിട്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് അവിടെ വിശ്രമിച്ചിട്ടൊക്കെയാണ് വീണ്ടും കയറി പോകുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് കാണുമ്പോൾ അത്ര വലിയ കുന്നായിട്ട് തോന്നുന്നില്ല. നമ്മളിങ്ങനെ കുന്ന് കയറിയിട്ടാണ് അമ്പലത്തിലോട്ട് കയറി പോകുന്നത്. ഇവിടെ വഴിപാട് കഴിപ്പിക്കാൻ വന്നതാണ്. കാരണം എന്തെന്ന് വെച്ചാൽ എനിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്മയൊക്കെ വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു ഈ അമ്പലത്തിൽ. കുറച്ച് അമ്പലം ദേവീക്ഷേത്രങ്ങളിലൊക്കെ വഴിപാട് നേർന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയും ഹസ്ബൻഡിൻ്റെ അമ്മയൊക്കെ. അങ്ങനെ ആ വഴിപാടൊക്കെ പെൻഡിങ്ങൊക്കെ തീർത്ത് വരികയാണ്. അങ്ങനെ ഈ വഴിപാടൊക്കെ കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. ദീപാരാധനയൊക്കെ കണ്ട് തൊഴാൻ വേണ്ടിയിട്ടാണ് വന്നത്. അപ്പോൾ വഴിപാടൊക്കെ നമ്മൾ പെൻഡിങ് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ വിപരീത ഫലം കിട്ടുമെന്ന് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ ഒന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഈ അമ്പലമൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് എനിക്ക്. എന്തോ ഒരു വൈബ്രേഷൻ, അമ്പലത്തിലകത്തോട്ട് കയറിയപ്പോഴൊക്കെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്തു. അത്രയ്ക്കും ഒരു കണക്ഷൻ എനിക്ക് ദേവിയായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. കുഞ്ഞമ്പലമാണ് കേട്ടോ. എന്നാൽ കുഞ്ഞമ്പലമാണെങ്കിൽ ചെറിയ അമ്പലങ്ങളിലൊക്കെ ഭയങ്കര ശക്തിയാണ് അവിടുത്തെ ദേവികൾക്ക്. അവിടുത്തെ ഭഗവാനായാലും മൂർത്തികൾക്കൊക്കെ ഭയങ്കര ശക്തിയാണ്. അപ്പം ഇവിടെ മീനഭരണിയാണ് ഉത്സവം. അപ്പോൾ ഇവിടെ കുതിരയും കാളേനൊക്കെ ഈ വയൽ വഴി ഇങ്ങനെ തേര് കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ട്, ഈ തേര് വഴിയാണ് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരുന്നത്. ആൾക്കാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ ഭയങ്കര വലിയ ബിംബങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്, കാളയുടെയും കുതിരയുടെയൊക്കെ ബിംബങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആ തേര് വഴിയാണ് വഹിച്ചുകൊണ്ട് വരുന്നത്. 2 അമ്മമാർ അവിടെ വായിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ ഇങ്ങനെ ചുറ്റിക്കാണുമ്പോൾ വല്ലാത്തൊരു ഫീൽ. ഇവിടെ നിന്ന് ഈ സ്ഥലത്ത് നിന്ന് നമുക്ക് പോകാനേ തോന്നില്ല. അത്രയ്ക്കും കൂൾ, കാം ആൻഡ് ക്വയറ്റ് പ്ലേസാണ്. ഭയങ്കര റിലാക്സിങ് പ്ലേസ്. നമുക്ക് എന്തെങ്കിലും മൈൻഡ് ഡിസ്റ്റർബായിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇവിടെ വന്നിരിക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയ്ക്കും നല്ല പ്ലേസാണ്. നമുക്ക് ഫോട്ടോഷൂട്ട്, വെഡ്ഡിങ് ഷൂട്ട്, അങ്ങനെ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയൊരു പ്ലേസാണിത്. ഈ മണ്ഡപത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ അറിയാതെ നമ്മുടെ കണ്ണടഞ്ഞു പോകും, വയലിലെ കാറ്റുമൊക്കെ ആയിട്ട്. അപ്പോൾ കുഞ്ഞുങ്ങളുടെ കാര്യം പറയണ്ടല്ലോ. അങ്ങനെ ഞങ്ങളിവിടെ ഇരുന്ന് കുറച്ച് സമയം ഇരുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്കും മോള് നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ
ഒരു വയലക്കാറ്റും ആ മണ്ഡപത്തിലുള്ള ഇരിക്കുമ്പോഴുള്ള ഒരു ചെറിയ തണുപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ അങ്ങനെ എല്ലാവരും ഭഗവതീനെയൊക്കെ പ്രാർത്ഥിച്ച് അർച്ചനയൊക്കെ കഴിപ്പിച്ച് ദീപാരാധനയും വഴിപാടുകളൊക്കെ കഴിപ്പിച്ച് ഭഗവതിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലില്ലായിരുന്നു. അന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ടേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാനിത് യൂട്യൂബ് ചാനലിൽ ഇടണം എന്ന് കരുതിയിട്ട് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ അല്ല. അന്ന് നമ്മളിപ്പോൾ ഒരു പ്ലേസിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ അട്രാക്റ്റ് ചെയ്യുന്ന പ്ലേസ് ആണെങ്കിൽ നമ്മൾ വീഡിയോസും ഫോട്ടോസൊക്കെ കളക്ട് ചെയ്യാറില്ല. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പോർഷൻസ് മാത്രമേ എടുത്തിട്ടുള്ളായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോയത് ബസ്സിലാണ്. അപ്പോൾ ദക്ഷിണ ബസ്സിൽ നിന്നും കുറച്ച് കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണുകയാണ്. അടുത്ത് വേറൊരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഉത്സവത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് ദക്ഷിണയുടെ ഒരു ലോകത്ത് തന്നെ നിൽക്കുകയാണ് അവൾ. ഭയങ്കര ഒരു ത്രില്ലിങ് മൈൻഡാണ് ദക്ഷിണയ്ക്ക്. അങ്ങനെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയുടെ. എല്ലാവർക്കും നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്.